കണ്ണൂർ മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ നിലപാട് കടുപ്പിക്കുന്നു എം.കെ. രാഘവൻ എം.പി. സജോ ദേവസ്യ ആ വിഷയമായി ചേരുന്നുണ്ട്. സജോ, ഇവിടെ എന്താണ് വഴിവിട്ട നിയമനം ഒരു ബന്ധുവായ CPM പ്രവർത്തകന് DYFI പ്രവർത്തകർ നൽകി എന്നുള്ളതാണ് അവിടുത്തെ കോൺഗ്രസ് പാർട്ടിയുടെ ആരോപണം. അവിടുത്തെ എന്താണ് സെക്രട്ടറി രാജിവെക്കും എന്ന ഭീഷണിയൊക്കെ മുഴക്കുന്നുണ്ട്. അതുകൊണ്ട് എം.കെ. രാഘവൻ ഇപ്പോൾ പറയുന്ന ഈ വിശദീകരണം അവിടുത്തെ പാർട്ടിക്കകത്തെ രോഷം തണുപ്പിക്കാൻ മതിയാവുന്നതാണോ സജോ? ഹാഷ്മി, കാര്യങ്ങൾ കുറെ കൂടി സങ്കീർണമാവുകയാണ് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മാടായി കോളേജ് കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയാണ് ഭരിക്കുന്നത്. സഹകരണ എയ്ഡഡ് കോളേജാണ്. എം.കെ. രാഘവൻ MP ആണ് അതിന്റെ ചെയർമാൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യം ഈ വിവാദം ഉണ്ടാകുന്നു. 4 നിയമനങ്ങളാണ് നടന്നത്. 2 പേർ CPIM-കാരാണ് എന്നതാണ് കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിന്റെയും പ്രവർത്തകരുടെയും ആരോപണം. അവർ തെരുവിൽ പ്രതിഷേധിച്ചു, കോലം കത്തിച്ചു. അതായത് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കോഴ വാങ്ങി ഒരാൾ ബന്ധുവാണ്, ആ ബന്ധു തന്നെ DYFI-കാരനാണ്, മറ്റൊരാൾ CPIM-കാരനാണ്. അങ്ങനെ 2 പേർക്ക് നിയമനം നൽകി കോഴ വാങ്ങി എന്നതടക്കമുള്ളതാണ് ആരോപണം. അതിൽ ആ ഘട്ടത്തിൽ അഭിമുഖ ദിവസം എം.കെ. രാഘവൻ MP തടഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ 5 പേരെ സസ്പെൻഡ് ചെയ്തു. പക്ഷേ DCC നേതൃത്വം എം.കെ. രാഘവനെതിരെ നിലപാട് സ്വീകരിക്കുകയും അതൃപ്തി KPCC നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, എം.കെ. രാഘവൻ ചെയർമാനായ ഭരണസമിതിയിലെ 5 പേരെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ആ വിഷയത്തിൽ എം.കെ. രാഘവൻ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത് ശ്രദ്ധേയമാണ്. തനിക്കെതിരെ പ്രധാനപ്പെട്ട ചിലർ അവിടെ ഗൂഢാലോചന നടത്തുന്നു എന്ന മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. അതായത് തനിക്കെതിരെ ഇളക്കിവിടാൻ ചിലർ പ്രവർത്തനം നടത്തുന്നു എന്നത് ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, DCC പ്രസിഡന്റിനെ തന്നെ അദ്ദേഹം പരോക്ഷമായി രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. DCC പ്രസിഡന്റിനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ നിലപാടിനെ അടക്കം രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. അതായത് ഇക്കാര്യത്തിൽ താൻ നേരിട്ട് വന്നതാണ്, പിൻവാതിൽ നിയമനമല്ല എന്നതൊക്കെ പരോക്ഷമായി DCC പ്രസിഡന്റിനെതിരെ അടക്കം നിലപാട് സ്വീകരിക്കുകയാണ്. ചുരുക്കത്തിൽ KPCC അധ്യക്ഷനും DCC പ്രസിഡന്റിനുമെതിരായ നിലപാട് കൂടിയാണത്. എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ അവിടുത്തെ പ്രവർത്തകർ ഏതെങ്കിലും നിലയ്ക്ക് തങ്ങൾ പരസ്യ പ്രതിഷേധത്തിൽ നിന്ന് പിൻവാങ്ങില്ല നിലപാട് പറയുകയും ഇന്ന് വൈകിട്ട് 5 മണിക്ക് കുഞ്ഞിമംഗലം, അതായത് എം.കെ. രാഘവൻ MP കോഴിക്കോട് MP സ്വന്തം നാടാണ് കണ്ണൂർ കുഞ്ഞിമംഗലം, അവിടുത്തെ മണ്ഡലം കമ്മിറ്റിയിലെ എല്ലാ അംഗങ്ങളും രാജിവെച്ചു എന്ന് മാത്രമല്ല, അവർ ഇന്ന് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിമംഗലത്തിലെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതായത് കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോവുകയും രൂക്ഷമാവുകയും ചെയ്യുകയാണ്. ഈ